നമസ്കാരം. CPM-ൽ സ്വർണ്ണക്കൊള്ള പുകയുന്നു. ഇരട്ട നീതിയിൽ CPM. CPM-ലുള്ള ആ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കവും ഇരട്ടത്താപ്പും ഒക്കെ പലപ്പോഴും നടക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതിപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായിട്ടുള്ള PP ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതോടുകൂടിയാണ് ഈ പാർട്ടിയിലെ രണ്ടു തരം നീതി എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം, അതായത് ഇരട്ട നീതിയുടെ സംവിധാനം ചർച്ചയാകുന്നത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരെ കമ്മിറ്റിയിൽ വെക്കേണ്ടതില്ല എന്ന് MV ഗോവിന്ദൻ കർശന നിർദ്ദേശം നൽകുന്നു, അല്ലെങ്കിൽ ഒരു തിട്ടൂരം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ദിവ്യ പുറത്താകും. അപ്പോൾ ഇതിനെതിരെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുകയാണ് PP ദിവ്യയെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള A പത്മകുമാറിനെതിരെ ഇതുവരെയും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കുവാൻ CPM തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പത്തനംതിട്ടയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിക്ക് കാരണം പത്മകുമാർ ആണ് എന്ന് വ്യക്തമായിട്ടും നേതൃത്വം കണ്ണടയ്ക്കുകയാണ്. പത്മകുമാർ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുമ്പോഴും പാർട്ടി അംഗത്വം നിലനിർത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അതേസമയം കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ഇപ്പോൾ ഇതാ മഹിളാ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നത നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമോ എന്ന ഭയമാണ് സത്യത്തിൽ പത്മകുമാറിനെ സംരക്ഷിക്കുവാൻ പാർട്ടിയെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പത്മകുമാറിനെ തൊട്ടാൽ പല ഉന്നതരുടെയും കസേര തെറിക്കുമെന്ന പേടി ഈ നേതൃത്വത്തിനുണ്ട്. എന്നാൽ ദിവ്യയുടെ കാര്യത്തിൽ കണ്ണൂരിലെ മഹിളാ നേതാവും MV ഗോവിന്ദന്റെ ഭാര്യയുമായിട്ടുള്ള PK ശ്യാമളയെ സംരക്ഷിക്കുവാൻ കാണിച്ച ആവേശം, അത് പാർട്ടി പക്ഷേ ദിവ്യയുടെ കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ള വിമർശനം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആന്തൂരിലെ വ്യവസായിയുടെ ആത്മഹത്യയിൽ പ്രതികൂട്ടിലായിരുന്ന ശ്യാമളയെ അന്ന് സംരക്ഷിച്ച പാർട്ടിയാണിത്. ആ പാർട്ടിയാണ് ഇപ്പോൾ ദിവ്യയെ ബലി കൊടുത്ത് മുഖം സംരക്ഷിക്കുവാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ ആ ആരോപണത്തിന് മുന്നിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുന്നു. മഹിളാ അസോസിയേഷൻ യോഗത്തിൽ MV ഗോവിന്ദൻ നേരിട്ടെത്തിയാണ് ദിവ്യയെ ഒഴിവാക്കാൻ അന്ന് നിർദ്ദേശം നൽകിയത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച നടന്നോ? ഒരു ചർച്ചയും പാടില്ല എന്ന് അദ്ദേഹം കർശനമായിട്ട് പറഞ്ഞതോടുകൂടി പാർട്ടിയിലെ ജനാധിപത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തിയില്ലേ? ദിവ്യ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവരെ ഒഴിവാക്കി എന്ന് നേതാക്കൾ പറയുമ്പോഴും പത്മകുമാറിനോടുള്ള പാർട്ടിയുടെ സ്നേഹം അണികൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമാകുകയാണ്. അങ്ങനെ ഒരാൾ പറയുമോ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അവരെ മഹിളാ അസോസിയേഷനിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധാരണ നെല്ലരി ആഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദിവ്യ ഒരിക്കലും അത് പറയില്ല. പക്ഷേ നിങ്ങൾ മാറ്റി പുറത്താക്കി എന്നുള്ളതാണ് അതിന്റെ ശരി. അല്ലെങ്കിൽ പറയില്ലായിരുന്നു ഈ പറയുന്ന പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരെ കമ്മിറ്റിയിൽ വെക്കേണ്ടതില്ല എന്ന് ഒരിക്കലും MV ഗോവിന്ദനെ പോലൊരാൾ അത് പറയില്ലായിരുന്നു. പക്ഷെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം PP ദിവ്യയെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒഴിവാക്കിയെന്ന് നേതാക്കൾ പറയുമ്പോഴും പത്മകുമാറിനുള്ള പാർട്ടിയുടെ സ്നേഹം എന്ന് പറയപ്പെടുന്ന അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടി നവീൻ ബാബു കേസിൽ മാത്രം ധാർമ്മികത പ്രസംഗിക്കുന്നത് വെറും കാപട്യമാണ് എന്നാണ് ആക്ഷേപം വരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ക്രിമിനൽ കേസ് അല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് ഈ ക്രിമിനൽ കേസ് അല്ല. അതുകൊണ്ട് അതിനകത്തുള്ളവരെല്ലാവരും പരമശുദ്ധരാണ്, പരിപാവനരാണ്. അതുകൊണ്ട് അവർക്കാർക്കും ഈ പറയുന്ന പോലെ ക്രിമിനൽ സംവിധാനമില്ല, അവർക്കൊരു ദിവ്യത്വമുണ്ട്. എന്നാൽ ദിവ്യയ്ക്ക് ആ ദിവ്യത്വമില്ല, അവർ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അപ്പൊ ദിവ്യയ്ക്ക് ഒരു നീതി, പത്മകുമാറിന് മറ്റൊരു നീതി. ഇത് സത്യത്തിൽ ഇരട്ട നീതിയല്ലേ? അപ്പോൾ ഗോവിന്ദന്റെ തിട്ടൂരം എന്ന് പറയപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ദിവ്യ എന്ന് പറയപ്പെടുന്ന നേതാവിനെ പുറത്താക്കുക. അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെ എല്ലാം പുറത്താക്കാം. പത്മകുമാറിനെ പുറത്താക്കാതെ സംരക്ഷിക്കുകയും ദിവ്യയെ പുറത്താക്കി മുഖം രക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ഗോവിന്ദന്റെ തിട്ടൂരമോ പാർട്ടിയുടെ തിട്ടൂരമോ ഒക്കെ വന്നാൽ പോലും അതൊന്നും വളരെ കൃത്യമായി ഈ പാർട്ടിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. അത് അവസരോചിതമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്മാറേണ്ട സമയം ഇപ്പോഴും CPM-നുണ്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CPM-നെ കാത്തിരിക്കുന്നത് വലിയ കൊടുങ്കാറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തോൽവിയുടെ കൊടുങ്കാറ്റ്.